2006 മുംബൈ ട്രെയിൻ സ്ഫോടന കേസിൽ ബോംബെ ഹൈക്കോടതിയുടെ വിധി കഴിഞ്ഞ ദിവസം പത്രത്തിലൊക്കെ വരികയുണ്ടായി. നിങ്ങൾ കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കും. കഴിഞ്ഞ ദിവസം അത് സുപ്രീം കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തു. സംഭവം എന്ന് വെച്ചാൽ 2006 നവംബർ 7-ാം തീയതി മുംബൈയിൽ വച്ച് സായം സന്ധ്യയിൽ ഏതാണ്ട് 11 മിനിറ്റിനിടയ്ക്ക് 7 തീവണ്ടികളിൽ സ്ഫോടനമുണ്ടായി. 180-ലധികം ആളുകൾ മരിച്ചു. 800-ൽ പരം ആളുകൾക്ക് പരിക്ക് പറ്റി. മരിച്ചവരിലും പരിക്ക് പറ്റിയവരിലും സ്വാഭാവികമായിട്ടും മലയാളികളും ഉണ്ടായിരുന്നു, ഹിന്ദിക്കാരും ഉണ്ടായിരുന്നു, തമിഴന്മാരും ഉണ്ടായിരുന്നു, തെലുങ്കന്മാരും ഉണ്ടായിരുന്നു, ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, പാഴ്സികൾ, ബുദ്ധ ജൈന മതക്കാർ എല്ലാവർക്കും മരണം സംഭവിക്കും. ഒരുപാട് പേർക്ക് പരിക്ക് പറ്റിച്ചു. ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും പ്രശ്നമല്ല. ശിവസേനക്കാരും ഉണ്ടായിരുന്നു, NCPക്കാരും ഉണ്ടായിരുന്നു, കോൺഗ്രസ്സുകാരും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേർക്ക് പരിക്ക് പറ്റി, ഒരുപാട് പേര് മരിച്ചു. പോലീസ് അന്വേഷണം ഊർജിതമായിട്ട് നടത്തി. ഏതാണ്ട് 28 പ്രതികളെ കണ്ടെത്തി. 28 പേരെ ഐഡൻറ്റിഫൈ ചെയ്തു, പിടിക്കാൻ കിട്ടിയില്ല. 13 പേരെ അറസ്റ്റ് ചെയ്തു. ബാക്കി 15 പേര് പാകിസ്ഥാനിലേക്ക് കടന്നു കളഞ്ഞു എന്നാണ് പറയുന്നത്. ഈ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഇവിടെ സംഭവിച്ചത്. അന്ന് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഭരണമാണ്. കോൺഗ്രസ് അല്ല, കോൺഗ്രസ് NCP മുന്നണിയാണ്. നമ്മുടെ വിലാസ് റാവു ദേശ്മുഖാണ് മുഖ്യമന്ത്രി. NCPക്കാരനായ RR പാട്ടീലാണ് ആഭ്യന്തരമന്ത്രി. അവർ പോലീസിനെയൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് അന്വേഷിച്ചു. കേന്ദ്രത്തിൽ UPA സർക്കാരാണ്, നമ്മുടെ മൻമോഹൻ സിംഗാണ് പ്രധാനമന്ത്രി. കേന്ദ്രത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ലോ ആൻഡ് ഓർഡർ അഥവാ ക്രമസമാധാന പരിപാലനം സ്റ്റേറ്റിൻ്റെ അധികാരപരിധിയിൽപ്പെട്ട കാര്യമാണ്. അന്ന് NIA ഇല്ല. സംസ്ഥാന സർക്കാരിൻ്റെ പോലീസ് ഊർജിതമായി അന്വേഷിച്ചു. 28 പ്രതികളെ ഐഡൻറ്റിഫൈ ചെയ്തു. 15 പേരെ കിട്ടിയില്ല, അവർ പാകിസ്ഥാനിലേക്ക് പോയി. ബാക്കി 13 ആളെ അറസ്റ്റ് ചെയ്തു. അവരെ വിചാരണ നടത്തി. വിചാരണ കോടതി ഇതിൽ 12 പേര് കുറ്റക്കാരാണെന്ന് കണ്ടു, ഒരാൾ വെറുതെ വിട്ടു. കുറ്റക്കാരാണെന്ന് കണ്ടതിൽ 4 പേരെ തൂക്കാൻ വിധിച്ചു. ബാക്കിയുള്ളവർക്ക് ജീവപര്യന്തം കഠിനമായിട്ട് തടവാനും വിധിച്ചു. അതിനെതിരായിട്ട് ഈ പ്രതികൾ കൊടുത്ത അപ്പീലാണ് ഇപ്പോൾ വളരെ വൈകി, ഏതാണ്ട് 19 കൊല്ലത്തിന് ശേഷം ബോംബെ ഹൈക്കോടതി വാദം കേട്ട് ഇപ്പോൾ വിധി പറഞ്ഞു. കോടതി പറയുന്നത് ഈ പ്രതികളെന്ന് പറഞ്ഞ ആളുകൾ സംശയത്തിൻ്റെ ആനുകൂല്യത്തിന് അർഹരാണ്. ഇവരുടേതെന്ന് പറയപ്പെടുന്ന കുറ്റസമ്മത മൊഴി അവർ കൊടുത്തതാണ് എന്ന് വിചാരിക്കാൻ കാരണമില്ല. അത് പോലീസ് ഒരുപക്ഷെ ഇടിച്ച് ഇവരെ കൊണ്ട് പറയിപ്പിച്ചായിരിക്കാം. സ്വതന്ത്രമായ മറ്റ് തെളിവുകൾ ആവശ്യത്തിന് ഇല്ല. അതുകൊണ്ട് പ്രതികൾ സംശയത്തിൻ്റെ അർഹതയുള്ളവരാണ്, അവരെ കോടതി വെറുതെ വിടുന്നു. സംശയത്തിൻ്റെ ആനുകൂല്യങ്ങൾ നൽകി വിട്ടയച്ചിരിക്കുക. അതിൻ്റെ അർത്ഥം ഈ പ്രതികളല്ല കുറ്റം ചെയ്തതെന്നല്ല, കുറ്റം തെളിഞ്ഞില്ല എന്നാണ്. ഒരു പക്ഷേ ഇവരായിരിക്കാം, ഒരു പക്ഷേ അവരല്ലായിരിക്കാം. നമ്മൾ പോലീസിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ, വഴിയ പോണവരൊക്കെ ചിലപ്പോൾ പ്രതിയാക്കും, അല്ലെങ്കിൽ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവരെ പിടിക്കും. എല്ലായിടത്തും ഉള്ള കാര്യമാണ്. തീവ്രവാദ കേസിൽ ആരെങ്കിലും അറസ്റ്റ് ചെയ്തെങ്കിൽ അത് ചീത്തപ്പേരാവും എന്നുള്ളത് കൂടി ആയിരിക്കാം. ഏതായാലും കുറ്റം ചെയ്തവരിൽ നല്ലൊരു ഭാഗം രക്ഷപ്പെട്ടു എന്ന് പോലീസ് പറയുന്നു, പ്രോസിക്യൂഷൻ പറയുന്നു. കിട്ടിയവരെ 19 കൊല്ലം തടവിലിട്ടതിന് ശേഷം അവരെ മോചിപ്പിക്കും. അതിനെതിരെ ഉടനെ തന്നെ മഹാരാഷ്ട്ര സർക്കാർ അപ്പീൽ കൊടുക്കുന്നു. അപ്പീലിൽ സുപ്രീം കോടതി ഈ വെറുതെ വിട്ട ഉത്തരവ് സ്റ്റേ ചെയ്യും. വെറുതെ വിട്ട ഉത്തരവ് എങ്ങനെ സ്റ്റേ എന്നുള്ളത് വലിയ ചോദ്യമാണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ വിധി ഇപ്പോൾ നിലവിൽ പെൻഡിംഗ് ആയിട്ടുള്ള ബാക്കി കേസുകളിലേക്ക് നടപ്പാക്കുന്നതിന് മാത്രമാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുള്ളത്. ഈ ഇറങ്ങിപ്പോയ ആൾക്കാർ പോയത് തന്നെ. മാത്രമല്ല അവരിനി പാകിസ്ഥാനിലേക്ക് പോകുമെന്ന് നമുക്കറിയില്ല. പോകാതിരിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണ നടക്കുന്ന കാര്യമാണ്. അതിലൊന്നും ഒരു പുതുമയില്ല. 6, 7, 8 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ പ്രതികളെ വെറുതെ വിടും. അപ്പോൾ വിട്ടവനെ അതുവരെ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചാൽ ചോദ്യമാണ്. ഏതായാലും ഇതോടുകൂടി നമ്മുടെ നാട്ടിൽ ഒരു വിഭാഗം മനുഷ്യാവകാശ പ്രവർത്തകരും സമുദായ സ്നേഹികളും രംഗത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ആരാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ, അത് ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. അവർ പറയുന്നത് ഈ നിഷ്കളങ്കരായ മനുഷ്യരെ, നിരപരാധികളെ വെറുതെ 19 കൊല്ലം ജയിലിൽ പിടിച്ചു, അവരുടെ നഷ്ടപ്പെട്ടു പോയ 19 കൊല്ലം ആര് കൊടുക്കും എന്നാണ്. അപ്പോൾ ഈ മരിച്ചുപോയ 150 പേർക്ക് ആര് ജീവൻ തിരിച്ചു കൊടുക്കും എന്ന ചോദ്യം തിരിച്ചിട്ട്, അല്ലെങ്കിൽ പരിക്ക് പറ്റിയ 800 പേർക്ക് ആര് പരിഹാരം ചെയ്യും എന്ന് ചോദിച്ചാൽ അതും ഒരു ചോദ്യമാണ്. ഇങ്ങനെ പല ചോദ്യങ്ങളും ഒരു സമയത്തുണ്ട്. ചിലരിങ്ങനെ ചോദിക്കും, ചിലർ മറ്റേ കൂട്ടി ചോദിക്കും. ചോദ്യങ്ങളെല്ലാം ഇപ്പോഴും ഉണ്ട്. എന്തുവാട്ടെ, ഇനി പുറത്ത് വന്ന ഇപ്പോൾ രക്ഷപ്പെട്ടു പോകുന്ന ആൾക്കാരുണ്ടല്ലോ, 12 പേര്, അതിലൊരാൾ മരിച്ചുപോയി. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു ചങ്ങാതി കോവിഡ് ബാധിച്ച് മരിച്ചു. അദ്ദേഹം അറിഞ്ഞിട്ടില്ല ഇങ്ങനെ വെറുതെ വിട്ട കാര്യം. ഏതായാലും മരണാനന്തരമെങ്കിലും അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം അല്ലെങ്കിൽ നിഷ്കളങ്കത തെളിഞ്ഞു എന്ന് നമുക്ക് സമാധാനിക്കാം. പുള്ളിയുടെ കുടുംബക്കാർക്കും സമാധാനിക്കാം.
ഇനി ഇവർക്ക് 2047 പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭരണം വരുമ്പോൾ സ്വാതന്ത്ര്യ സമര പെൻഷനും താമ്രപത്രവും കിട്ടും എന്ന് നമുക്കറിയാം. പക്ഷെ അതുവരെ അവർ എന്ത് ചെയ്യും എന്നാണ് നമ്മുടെ ദാവൂദ് ചോദിക്കുന്നത്. ദാവൂദിൻ്റെ അടുപ്പൂട്ടി ചർച്ച ഞാൻ കണ്ടു. പുള്ളി അത് ചോദിച്ചാൽ അത്ഭുതമില്ല. പക്ഷെ ഞാൻ പറയാൻ വന്നത് അതിനെക്കുറിച്ചല്ല. ഞാൻ പറയാൻ വന്നത് ദാവൂദ് ഉന്നയിച്ച വേറെ ചില ചോദ്യങ്ങൾ, രാഷ്ട്രീയമായ ചോദ്യങ്ങളാണ്. അദ്ദേഹം പറയുന്നത് 2006 ഈ സ്ഫോടനം ഉണ്ടായത്. 2004 UPA സർക്കാർ വന്നതിന് ശേഷം നിരന്തരമായ സ്ഫോടനങ്ങളായിരുന്നു. അപ്പോഴാണ് ഈ സ്ഫോടനങ്ങൾ തുടങ്ങിയത്. 2014 NDA സർക്കാർ വന്നതിന് ശേഷം സ്ഫോടനങ്ങളില്ലാതായി. അപ്പോൾ പിന്നെ ആരാണ് ഈ സ്ഫോടനങ്ങൾ നടത്തിയത്? ആരാണ് ഇതിൻ്റെ ബെനിഫിഷ്യറി? അത് ആരാണ് ഇതിൻ്റെ ഗുണഭോക്താവ്? അപ്പോൾ ദാവൂദിൻ്റെ തിയറി അനുസരിച്ച് ഈ സ്ഫോടനങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത് BJPക്കാരോ RSSകാരോ അല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമാണ്. എന്തിനു വേണ്ടിയിട്ട്? ഈ പാവപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരെ പ്രതികളാക്കാനും അവരെ ജയിലിലിട്ട് പീഡിപ്പിക്കാനും നരയിപ്പിക്കാനും വേണ്ടി, അല്ലെങ്കിൽ അവരെ വിചാരണ ചെയ്ത് തൂക്കിക്കൊല്ലാൻ വേണ്ടി. അപ്പോൾ ഈ കേസ് അന്വേഷിച്ച സമയത്ത് ആരാ ഭരിച്ചിരുന്നത്? കോൺഗ്രസ്. കേന്ദ്രത്തിലായിരുന്നു കോൺഗ്രസ്. ആഭ്യന്തരമന്ത്രിയായിരുന്നു NCP. മുഖ്യമന്ത്രി ആരായിരുന്നു? കോൺഗ്രസ്. അപ്പോൾ ഇതാണ് സംഗതി. പക്ഷേ ദാവൂദ് അത്രയും പറഞ്ഞെങ്കിൽ നമുക്ക് മനസ്സിലാക്കായിരുന്നു കോൺഗ്രസും BJP ഒന്നാണ്. ഇന്ന് കോൺഗ്രസ്, നാളെ BJP, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. പറയട്ടെ, അതുമല്ല പ്രശ്നം. പുള്ളി പറയുന്നത് ഇതിന് ഉത്തരവ് അന്ന് തന്നെ മുസ്ലിം സംഘടനാ നേതാക്കൾ പ്രധാനമന്ത്രിയെ കണ്ട് ആവശ്യപ്പെട്ടതാണ്. എന്ത്? ധവളപത്രം പുറപ്പെടുവിക്കണം. ധവളപത്രം, വൈറ്റ് പേപ്പർ പുറപ്പെടുവിച്ചിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നില്ല. ഈ മാതിരി സംഭവങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തിയില്ല. 2014 NDA സർക്കാർ വന്നപ്പോൾ സ്ഫോടനങ്ങളില്ലാതായി. ഇതിൻ്റെ തമാശ എന്താ വെച്ചാൽ, പുള്ളി ഒരു കാര്യം കൂടി പറഞ്ഞു. ഇതിൻ്റെ ഉത്തരവാദി ചിദംബരമാണ്. ഏത് ചിദംബരം? P. ചിദംബരം, കോൺഗ്രസ് നേതാവ് ചിദംബരമാണ് ഈ സ്ഫോടനത്തിൻ്റെയും നിരപരാധികളെ പ്രതിയാക്കിയതിൻ്റെയും ധവളപത്രം പുറപ്പെടുവിക്കാഞ്ഞതിൻ്റെയും ഉത്തരവാദി. ഇതാണ് തമാശ. ഞാൻ ഈ ചിദംബരത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. മറ്റൊക്കെ പോട്ടെ, ബാക്കിയെല്ലാം നമ്മൾ സാധാരണ കോൺഗ്രസ് BJPയെ കുറ്റപ്പെടുത്തും, BJP കോൺഗ്രസിനെ കുറ്റപ്പെടുത്തും, രണ്ട് പാർട്ടികളും LDFനെ കുറ്റപ്പെടുത്തും, CPM CPIയെ കുറ്റപ്പെടുത്തും. അതൊക്കെ സാധാരണ പതിവുകളാണ്. നമ്മൾ അതിനെപ്പറ്റിയൊക്കെ പറയാൻ തുടങ്ങി തീരൂല. ഇതിന് തമാശ ചിദംബരത്തിൻ്റെ റോളാണ്. ചിദംബരം എന്ത് ചെയ്തു? നമ്മുടെ ചോദ്യം ഇതാണ്. ഇത് കേൾക്കുമ്പോൾ ഈ മീഡിയ 1 ചാനൽ കാണുന്ന ആളുകൾ ബഹുഭൂരിപക്ഷം പേരും വിചാരിക്കുന്നത് 2006 സ്ഫോടനം നടക്കുമ്പോൾ ചിദംബരമാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി എന്നായിരിക്കും. എന്നാൽ ചിദംബരമായിരുന്നില്ല. ചിദംബരം അന്ന് മന്ത്രിയായിരുന്നു. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. ചിദംബരം ധനകാര്യമന്ത്രിയാണ്. 2004 മുതൽക്ക് 2008 വരെ ചിദംബരം ധനകാര്യമന്ത്രിയാണ്. സ്ഫോടനം നടക്കുമ്പോൾ ചിദംബരമല്ല, ശിവരാജ് പാട്ടീൽ എന്ന് പറഞ്ഞ മഹാരാഷ്ട്രക്കാരനായ ആ ഒരു ചങ്ങാതിയാണ് ആഭ്യന്തരമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി. പുള്ളിക്ക് കാര്യമൊന്നും ചെയ്യാനില്ല. സംസ്ഥാനം ഭരിക്കുന്നത് വിലാസ് റാവു ദേശ്മുഖും ആഭ്യന്തരമന്ത്രി RR പാട്ടീലുമാണ്. എന്തുവാട്ടെ, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് ഉത്തരവാദിയെങ്കിൽ അത് ശിവരാജ് പാട്ടീലാണ്, ചിദംബരമല്ല. ചിദംബരം എപ്പോഴാണ് ആഭ്യന്തരമന്ത്രി ആയത്? 2008 ബോംബെയിൽ നടന്ന അതിഭയങ്കരമായ ആ തീവ്രവാദി ആക്രമണം ഓർമ്മയുണ്ടല്ലോ? വഴി പോകുന്ന ആൾക്കാരൊക്കെ വെടിവെച്ച് കൊല്ലുന്ന ട്രൈഡൻറ്റ് ഹോട്ടലിലും താജ് ഹോട്ടലിലും അതുപോലെ CST റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയിട്ട് കണ്ണി കണ്ടവരെയൊക്കെ വെടിവെച്ച് കൊന്ന സംഭവം. പാകിസ്ഥാനിൽ നിന്ന് 10 പേര് തൂക്കുമായിട്ട് വന്നിട്ട് ആ വെടിവെച്ചിങ്ങനെ വീഴ്ച സമയത്താണ് ശിവരാജ് പാട്ടീലിനോട് സോണിയാഗാന്ധി രാജിവെക്കാൻ പറയുന്നു. അദ്ദേഹം രാജിവെച്ച് വേറെ പണിക്ക് പോകുന്നു. ആ ജോലി ചിദംബരത്തെ ഏൽപ്പിക്കുന്നത്. അന്നാണ് ചിദംബരം ആഭ്യന്തരമന്ത്രിയായത്. ചിദംബരം ധവളപത്രം അല്ല പുറപ്പെടുവിച്ചത്. സത്യത്തിൽ ദാവൂദിൻ്റെ വിഷമം ഇതാണ്. ഇനി സ്ഫോടനം തുടങ്ങിയത് 2004 UPA വന്നപ്പോഴാണോ? അല്ല, അതിനു മുമ്പുണ്ട്. ഈ സ്ഫോടനങ്ങൾ തുടങ്ങിയത് ഏതാണ്ട് തമിഴ് പുലികളാണ്. 1991 രാജീവ് ഗാന്ധിയെ RDX ഉപയോഗിച്ച് കൊലപ്പെടുത്തിയതിന് ശേഷം പിന്നീട് ഉൾഫക്കാർ ഇത് കുറച്ചാൾ പറ്റി ആസാമിൽ. അത് കഴിഞ്ഞ് ഈ ഇന്ത്യൻ മുജാഹിദീൻ, ജെയ്ഷെ മുഹമ്മദ് ഇങ്ങനെയുള്ള ആളുകളെ ഏറ്റെടുത്തു. ലഷ്കർ-ഇ-തോയ്ബ അവരാണ് പിന്നീട് അങ്ങോട്ട് സ്ഫോടനങ്ങൾ നടത്തിയത്. ജയ്പൂർ സ്ഫോടനം, ഡൽഹിയിലെ പലതവണ നടന്ന സ്ഫോടനങ്ങൾ, മുംബൈയിൽ ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷം ഉണ്ടായ അതിഭയാനകമായ സ്ഫോടനം, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുതൽ അങ്ങോട്ട് എത്രയോ സ്ഥലത്ത് ബോംബ് പൊട്ടിച്ചു. യാക്കൂബും വേമനടക്കമുള്ളവർ തൂക്കിക്കൊന്ന സംഭവമില്ല. സഞ്ജയ് ദത്ത് എന്ന് പറഞ്ഞ സിനിമാ നടൻ ജയിലിൽ പോയത് അതൊക്കെ 90കളിൽ നടന്നതാണ്. തമിഴ്നാട്ടിൽ നടന്ന സ്ഫോടനങ്ങൾ, തമിഴ്നാട്ടിലെ RSS ഓഫീസിൽ നടന്ന സ്ഫോടനം, അതിലെ ഒരു പ്രതിയെ കഴിഞ്ഞ ദിവസമാണ് പിടിച്ചത്. അന്ന് മുതൽക്ക് ഇന്നുവരെ ഒളിവിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നടന്ന സംഭവങ്ങൾ
നരസിംഹത്തിൻ്റെ സമയത്ത് നടന്ന സ്ഫോടനം, അത് കഴിഞ്ഞ് ദേവഗൗഡയുടെയും പിന്നീട് ഗുജറാളിൻ്റെയും ഭരണകാലത്തുണ്ടായ സ്ഫോടനം, വാജ്പേയി ഭരിക്കുന്ന സമയത്തുണ്ടായ സംഭവങ്ങൾ, പാർലമെൻറ്റ് ആക്രമണം, ഇതൊന്നും ചിദംബരത്തിൻ്റെ കാലത്തല്ല, പുള്ളിക്ക് യാതൊരു പങ്കുമില്ല. അതിനു മുമ്പേ നടക്കുന്ന കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് 2004 UPA വന്നതിന് ശേഷം ഇവർ പറഞ്ഞ പോലെ ഉണ്ടായ സംഭവങ്ങൾ, 2006 ഈ പറഞ്ഞ ബോംബ് സ്ഫോടനം, അതിന് ശേഷം ഉണ്ടായ സംഭവങ്ങൾ, 2008 മുംബൈ ഭീകരാക്രമണം, ഇതൊന്നും ചിദംബരം ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ സംഭവിച്ചതല്ല. ഇതിനൊന്നും ചിദംബരത്തിന് യാതൊരു പങ്കുമില്ല. അദ്ദേഹം തീർത്തും നിരപരാധിയാണ്. ചിദംബരത്തിൻ്റെ ഒരു ആരാധകനൊന്നുമല്ല. അപ്പോൾ ചിദംബരമല്ല, ചിദംബരം എന്താ ചെയ്തത്? ചിദംബരമാണ് സത്യത്തിൽ തീവ്രവാദത്തിന് അറുതി വരുത്തിയത്. അല്ലാതെ 2014 UPA വന്നപ്പോഴല്ല, അല്ല NDA സർക്കാർ വന്നപ്പോഴല്ല. മോഡി പറഞ്ഞതിന് മുമ്പ് തന്നെ ഈ ബോംബ് സ്ഫോടനങ്ങൾ ഇല്ലാതായിരുന്നു. തീവ്രവാദം ഇല്ലാതായി എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ പോലും ഇല്ലാതായിട്ടില്ല. ഇത് അറുതി വരുത്തിയത് ചിദംബരമാണ്. അദ്ദേഹമാണ് ഈ തീവ്രവാദികളെ കർക്കശമായി നേരിട്ടത്. 2008 ശേഷം പിന്നെ എടുത്തു പറയാവുന്ന ഒരു തീവ്രവാദ ആക്രമണം എന്ന് പറയുന്നത് നമ്മുടെ പൂനെയിലെ ജർമ്മൻ ബേക്കറിയിൽ നടന്ന ആക്രമണം. അതിനുശേഷം ഈ സംഭവം ഉണ്ടായിട്ടില്ല. അതിനുശേഷം ബോംബ് പൊട്ടിയിട്ടില്ല. ഈ കാശ്മീരിൽ പൊട്ടിയിട്ടുണ്ട്. മറ്റേ കാശ്മീർ ഒഴിച്ചുള്ള ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ ഇതുപോലെയുള്ള സംഘടിതമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ടായിട്ടില്ല. അതുണ്ടാകാത്തതിൻ്റെ കാരണമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഇതുപോലുള്ള കുറ്റകൃത്യങ്ങളുടെ അന്വേഷണം ഏറ്റെടുക്കാനായിട്ട് ഒരു സംഘടന ഉണ്ടാക്കി. അതാണ് NIA, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. തീവ്രവാദ കേസുകൾ അന്വേഷിക്കാൻ, കൊങ്ങക്ക് പിടിക്കാനായിട്ട് ഈ രാജ്യത്ത് സംവിധാനം ഉണ്ടായി. അതുകൊണ്ടാണ് ഈ പോപ്പുലർ ഫണ്ടുകാരെയൊക്കെ തൂക്കിയെടുത്തുകൊണ്ട് പോയത്. നമ്മുടെ എത്ര വലിയ വെല്ലുവിളി നടത്തിയ ആൾക്കാർക്ക് ഇപ്പോൾ എവിടെ തിഹാർ ജയിലിൽ കിടക്കുകയാണ്. ഈ അബൂബക്കർ, നാസറുദ്ദീൻ ഇളമരം എവിടെയാണ്? എത്ര കാലമായി? പോയ വഴിക്ക് പുല്ല് മുളച്ചിട്ടുണ്ടോ? മുളയ്ക്കൂല. ഇവരൊക്കെ സൂര്യപ്രകാശം കാണിങ്ങനെ എത്ര കൊല്ലം കഴിയുന്നറിയോ? ചിലപ്പോൾ സൂര്യപ്രകാശം കാണാതെ തിഹാർ ജയിലിൽ വെച്ച് തന്നെ മയ്യത്താവും. സത്യത്തിൽ ദാവൂദിൻ്റെ വിഷമം ഇതാണ്. ദാവൂദിനെ അസ്വസ്ഥനാക്കുന്നത് ചിദംബരമാണ്. തീവ്രവാദികൾക്ക് ആണിയടിച്ചത് ചിദംബരമാണ്. ഈ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഉണ്ടാക്കുന്നതിനോട് നിയമനിർമ്മാണം ഉണ്ടാക്കിയത് അത് ചിദംബരത്തിൻ്റെ സമയത്താണ്. അല്ലാതെ രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴല്ല, അമിത്ഷാ ആഭ്യന്തരമന്ത്രി ആവുന്ന എത്രയോ മുമ്പാണ്. ഇതിനൊക്കെ വളരെ മുമ്പ് തീവ്രവാദത്തിന് അമർച്ച വരുത്തുന്നതിന് വേണ്ട നടപടി സ്വീകരിച്ച ആളാണ് ചിദംബരം. മാത്രമല്ല, ചിദംബരം കേരളത്തെപ്പറ്റി പറഞ്ഞൊരു പ്രസിദ്ധമായ വാചകമുണ്ട്. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സമയത്ത് തീവ്രവാദികൾ പത്രം നടത്തുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് അദ്ദേഹത്തിന് കൃത്യമായ ധാരണ. ആ പത്രം ഏതാണ്? അത് പറയുന്ന സമയപ്പോഴേക്കും തീവ്രവാദികൾക്ക് ചാനൽ നടത്താനുള്ള ലൈസൻസ് വരെ കിട്ടിയോ? ചാനൽ തുടങ്ങിയത് അത് കഴിഞ്ഞ് ലക്ഷം കൂടി കഴിഞ്ഞിട്ടാണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് സത്യത്തിൽ ദാവൂദിൻ്റെ വിഷമം. അല്ലാതെ തീവ്രവാദികൾ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് വർദ്ധിച്ചു എന്നുള്ളതോ തീവ്രവാദികൾക്ക് അഴിഞ്ഞാടാൻ അവസരം കിട്ടിയെന്നുള്ളതല്ല. ഇത് ദാവൂദ് പറഞ്ഞു കഴിഞ്ഞാൽ ദാവൂദിനെ അറിയാൻ പാടാത്തതുകൊണ്ടല്ല, പുള്ളി മനഃപൂർവ്വമായിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഒരു സംശയമില്ല, അത് അറിയാത്ത ആളൊന്നുമല്ല ദാവൂദ്. അല്ലാണ്ട് പിച്ചും പേയും വിളിച്ചു പറയുന്നതാണെങ്കിൽ കുഴപ്പമില്ല, നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വിവരദോഷികൾക്ക് എന്തും പറയാമല്ലോ. ദാവൂദ് ഇത് പറയുന്നത് എന്താ വെച്ചാൽ തീവ്രവാദത്തിന് അറുതി വരുത്തി എന്നുള്ളത് മാത്രമല്ല. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ദാവൂദ് പറയുന്നത് തെറ്റാണ്. BJP ഭരണം വന്നേക്ക് മുമ്പ് തന്നെ ഇത് അമർച്ച ചെയ്തിരുന്നു എന്ന് ഏതെങ്കിലും BJP-കാരൻ പറയുമോ? ഇല്ല. അവരെന്തായിരിക്കും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? നരേന്ദ്രമോദി പ്രധാനമന്ത്രി അതിന് ശേഷമാണ് ഇവിടെ തീവ്രവാദത്തിന് വലിയ തിരിച്ചടി ഉണ്ടായത് എന്ന് സ്ഥാപിക്കാനാണ്. അത് തെറ്റാണെന്ന് BJP-കാർ പറയില്ല. ഇത് തെറ്റാണ് ദാവൂദ് പറയുന്നത്. യഥാർത്ഥത്തിൽ ചിദംബരമാണ് അമർച്ച ചെയ്തതെന്ന് കോൺഗ്രസ്സുകാർ പറയൂ. രണ്ട് കാരണം കൊണ്ട് പറയില്ല. ഒന്ന്, കോൺഗ്രസ്സുകാർക്ക് ഇതൊന്നും അറിയില്ല. ഇതൊക്കെ അറിയാവുന്ന ഒരു കോൺഗ്രസ്സിൽ ചേരില്ല, അവർ വേറെ വല്ല പാർട്ടിയിലും ചേരും. രണ്ടാമത്, അറിയാമെങ്കിൽ തന്നെ കോൺഗ്രസ്സുകാർ പറയില്ല. കാരണം എന്താ? ഈ തീവ്രവാദികളുടെ ചെലവിലാണ്, മതമൗലികവാദികളുടെയും മതരാഷ്ട്രവാദികളുടെയും ചെലവിലാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ട് കാരണത്താലും അവർക്ക് പറയാൻ പറ്റില്ല. ഇതാണ് സത്യം. അപ്പോൾ ചിദംബരത്തിന് വേണ്ടി ആരെങ്കിലും ഒരാൾ പറയണമെന്ന് എനിക്ക് ഞാൻ പറഞ്ഞാണ്. എനിക്ക് പുള്ളിയുടെ വക്കാലത്തൊന്നുമില്ല. ഇദ്ദേഹത്തിൻ്റെ ഈ ധാർമ്മിക രോഷം കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ ചിരി വന്നു. വലിയ തമാശയായിട്ട് തോന്നി. 2008 ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത ചിദംബരമാണ് 2006 മുംബൈയിൽ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ പ്രതികളെ പിടിക്കുന്നതിൽ വീഴ്ച വരുത്തി യഥാർത്ഥ പ്രതികളെ പിടിക്കാതെ നിരപരാധികളെ അറസ്റ്റ് ചെയ്ത് വിചാരണയ്ക്ക് കൊണ്ടുവന്നതെന്നാണ് ദാവൂദ് പറഞ്ഞത്. ഈ ദാവൂദ് എത്ര വലിയ വിഷമാണ്! പൊട്ടാസ്യം സൈനൈഡും മൂർഖം പാമ്പിൻ്റെ വിഷം കൂടി ചേർന്നാൽ ദാവൂദിൻ്റെ അത്രയും വരില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിന് അടിവരയിട്ട് പറയുന്നു. ഇനി അതിനേക്കാൾ കൂടിയ വിഷം ഏതെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് മാത്രമേ നമുക്ക് ദാവൂദിനെ താരതമ്യം ചെയ്യാൻ പറ്റുള്ളൂ എന്നും കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നല്ല നമസ്കാരം.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.